ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. ഇത് ഞാൻ ഫ്രൈഡേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ടല്ലേ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് എന്തോന്ന് പറഞ്ഞാൽ ജബൽ അയ്യൂബ, അങ്ങനെയായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണേ. അപ്പോൾ ഇതുണ്ട്, ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുപോയി. ഞങ്ങൾ പരമാവധി വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അതിന്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറേ ഇങ്ങനെ നേരെയുള്ള സ്ട്രെയിറ്റ് റോഡ്സ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളൂന്നുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ എന്ത് പറയാനാണല്ലേ, ഇങ്ങനെ നല്ല രസമുള്ള വളവൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അവിടുത്തെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം വലിയ തണുപ്പില്ല, പക്ഷെ എന്നാൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല സുഖമുള്ളൊരു തണുപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവിടുത്തെ കാറ്റൊക്കെ അടിച്ചിട്ടാണ് മേൽ ഫുള്ള് ഡ്രൈ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടായിട്ടോ കാണാനൊക്കെ. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് ഒട്ടകങ്ങളൊക്കെ വെക്കണുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചാൽ കേട്ടോ വെറുതെ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായി. പിന്നെ ഈ മലകളിലെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചത് നല്ല രസമുണ്ടായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തൊരു ഒട്ടകത്തിന് കാണാൻ, എനിക്ക് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം കാണാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ സ്പീഡിൽ പോയിട്ട് ഇച്ചിരി എന്നാലും എന്തേനാ നല്ല രസമുണ്ട് ആ ഒട്ടകത്തിനൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് അയ്യൂബ് നബിയുടെ ഞാനിങ്ങനെ അയ്യൂബ് നബിയുടെ അങ്ങനെ പറഞ്ഞാണ്. അയ്യൂബ് നബിയുടെ കവറാണ് കേട്ടോ അത് ആ കാണുന്നത്. ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്ത് തോന്നുന്നുണ്ട്. ലോങ് വീഡിയോ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് അപ്ലോഡ് ചെയ്യും. ആ നബിയുടെ കവറിന് ഭയങ്കര നീളമായിരുന്നു കേട്ടോ. അത് ഞാൻ അതിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനെ അയ്യൂബ് നബിയുടെ കവറാണ് കേട്ടോ കണ്ടത്. ഇതിപ്പോൾ കാൽപാദമാണെന്ന് പറയാണ്. പിന്നെ അവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ നിസ്കരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു, അത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തെന്നുള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ തിരിച്ചു പോയില്ല. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായി, ആ സ്ഥലത്തേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ കുറച്ച് ഫോട്ടോസ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ കണ്ടപ്പോൾ വെറുതെ എടുത്തതാണ്, അല്ലാണ്ട് രസത്തിന് എടുത്തെന്നുള്ളൂ, അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ ഞാൻ അതിൽ നോക്കി എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ചമ്മല വേണ്ട കേട്ടോ, ഞാൻ ഇങ്ങനെ സംസാരിക്കാണ്ട് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്തതാണ്. വെറുതെ ഇങ്ങനെ കുറേ വീഡിയോസ് അങ്ങനെ കറങ്ങിയൊക്കെ ഇങ്ങനെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ എടുത്തതാണ്. ഇപ്പോൾ ഇങ്ങനെ കുനിഞ്ഞു ഇങ്ങനെയൊക്കെ എടുത്തതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്തപ്പോൾ, അതുകൊണ്ട് എടുത്തതാണ്. ആ ബാക്കി കാണാൻ വരില്ല, അത് നല്ല രസമുണ്ടായി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ അത് ഞങ്ങൾ താഴേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയായിരുന്നത്. ഇങ്ങനെ ആ വഴി കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ താഴേക്ക് പോയത്. താഴേക്ക് ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ പോയി പിന്നെ അവിടെ ഒരു സ്ഥലം വരെ ഉണ്ടായുള്ളൂ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്നാ ആദ്യം പിന്നെ ആ കൈ കാണിച്ചിട്ടുണ്ടായി. അതെൻ്റെ കൈയാണ്, ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വെറുതെ ഫോട്ടോ എടുത്തത്. എങ്ങനെയുണ്ട് എൻ്റെ എസ്തെറ്റിക്സ്? അതിന് എസ്തെറ്റിക്സ് എന്നൊന്നും പറയാൻ പറ്റില്ല, അതെനിക്കറിയാം, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വെറുതെ ഇതിലേക്ക് ചേർത്തുന്നുള്ളൂ. പിന്നെ അത് ഈ കാണുന്ന ആൾക്കാരില്ല, അവിടം വരെ ഉണ്ടായുള്ളൂ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി കൂടി ഇറക്കത്തി പിന്നെ ഞങ്ങൾ പോയി, പിന്നെ താഴേക്ക് ഇങ്ങനെ പോയിട്ടോ. എന്നിട്ട് അത് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്കും ഒരൊറ്റ മനുഷ്യനുണ്ടായില്ല, ഒരു ഒറ്റ ഫാമിലി മാത്രം ഉണ്ടായുള്ളൂ, 2 പേര്. ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിട്ടോ, ആ കാണുന്നവരെല്ലാവരും പോയിട്ടുണ്ടായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ വ്യൂസ്. പിന്നെ ഈ ഫോണിൽ കാണുന്നതിലും ഇത്തിരി കൂടി രസമുണ്ടായിട്ടോ നേരിട്ട് പോയി കാണാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു.
കുറേ നേരം എനിക്കിഷ്ടപ്പെട്ടു എന്നറിയണേ. ഞാനിവിടെ വന്ന് പോയതിൽ എനിക്കിഷ്ടപ്പെട്ട സ്ഥലമായതുകൊണ്ടാട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ അവിടെ ഒരു കിളീനെ കാണണ്ടോ നിങ്ങൾ? ഈ ഫോണിൽ ഇത്രയും സൂം ചെയ്യാറ്റുള്ളൂ, അതുകൊണ്ടാട്ടോ അത് കാണാത്ത എനിക്ക്. എന്നാലും ഒരു കിളി ഉണ്ടായി. തിരുവോണ്ട് അടുത്താണ് പോയത്, പക്ഷേ അപ്പം എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തു വന്നപ്പോഴത്തേക്കും അത് ദൂരത്തേക്ക് പോയി. പിന്നെ ഇങ്ങനെ ആകാശങ്ങളും കുറേ ആകാശങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇതിലൊക്കെ ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല. ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ് വെറുതെ ഇങ്ങനെ കുറേ എടുത്തു. പിന്നെ അവിടെ ഒരു മൂന്നൊക്കെ ഉണ്ടാവും. മൂന്നൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിട്ടോ ആ സമയത്ത്. ഇത് ഞാൻ കാണിച്ചു തന്നെ പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ കാണിച്ചു തന്നെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾക്കിത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോട്ടെ ഇത്തിരി. ഇതൊക്കെ ഉമ്മി എഴുത്തുന്ന വീഡിയോസാട്ടോ. ഞാനവിടെ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. ഇതണ്ട എന്നാ ഞാൻ അബി എന്തോ വീഡിയോ എൻ്റെ എടുത്തുകൊണ്ടിരിക്കണായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ തിരക്കിലായപ്പോൾ ഉമ്മി എനിക്ക് വീഡിയോ എടുത്തു തന്നതാണ്. ഇതുണ്ട്, ഇത് മറ്റേ തോന്നുന്ന സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പുല്ലൊക്കെ ഭയങ്കര പച്ച കളറായിരിക്കും, ഇപ്പോൾ ഉണങ്ങിയിരിക്കണ എന്നൊക്കെ ഉമ്മ പറയാനുണ്ടായി. ഉമ്മ ഇവിടെ കുറേ വന്നിട്ടുണ്ട്, ഉമ്മ അബിയൊക്കെ. പക്ഷേ അപ്പോഴൊക്കെ സീസൺ ആയതുകൊണ്ട് ഭയങ്കര പച്ചയായിരുന്നു, ഇവിടെ ഫുള്ള് പച്ചയായിരിക്കും എന്നൊക്കെ പറയാനുണ്ടായി. ഞാനിപ്പോൾ വന്നിട്ടുണ്ട് പണ്ട്, പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല. ഞാൻ ഇപ്പോൾ ചെന്നപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ വീഡിയോയും കൂടി എടുത്ത് വെച്ചാൽ ചിച്ചിരാളെങ്കിൽ ഞാൻ മറന്നുപോയാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയും കൂടി എടുത്ത് വെച്ചേട്ടോ. ഇതൊക്കെ ഉമ്മി എടുത്തതാണ് ഫുള്ള്. പിന്നെ ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. മുകളിലേക്ക് കയറി ഞങ്ങൾ ഇച്ചിരി കൂടി താഴേക്കൊന്നും പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ ഇരുന്നതിൻ്റെ. അപ്പോൾ ആൾക്കാർ ചെന്നൊക്കെ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ കയറി പോണേണ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറി പോവാണ്. ഉണ്ടോ അവിടേക്ക് ഇങ്ങനെ തെന്നല്ല, പക്ഷെ എന്നാലും ഉണങ്ങി കിടക്കണോണ്ടാണ് കുഴപ്പമില്ലാത്ത. ഉമ്മ പറഞ്ഞു സീസണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് തെന്നലൊക്കെ ആയിരിക്കും, അപ്പോൾ ഇവിടേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല എന്നവർ. അപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇറങ്ങണേ. ഞങ്ങളിപ്പോൾ അബിയാണ് ഫസ്റ്റ് പോയത്, ഉമ്മയെ പോകണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും പിന്നെ അവിടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കണേ. ആ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഞാനിപ്പോൾ ആ ഫോണിൽ നോക്കിയിട്ട് എന്തോ സംസാരിച്ചില്ലേ, പക്ഷേ അത് എനിക്ക് അങ്ങനെ ഞാൻ ഹലോ ഗൈസ് അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് എന്തോന്നു അങ്ങനെ ഇതിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് അത്ര ഇങ്ങനെ എന്തോ ചമ്മലാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ എടുക്കാത്തത്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കണം എന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ എടുക്കാറില്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ വോയിസ് ഓവർ തന്നെ ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യാനാട്ടോ. പിന്നെ അത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇതേ മേളിലേക്ക് തിരിച്ച് കയറിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇച്ചിരി കടയിലൊക്കെ കയറിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഇതിനെ ഞാൻ കൈ ഇങ്ങനെ കണ്ട് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ടാറ്റ കാണിച്ചതാണ്. പിന്നെ അത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇതിനെ റോഡൊക്കെ തിരിഞ്ഞ് ഇവിടം വരെ ഇത്ര എടുത്തിട്ടുള്ളൂ ഞാൻ. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഇപ്പോൾ തന്നെ കുറച്ച് എൻ്റെ വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ അത് മ്യൂസിക് ഇട്ട് കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോസ്. ഞാനിപ്പോൾ മ്യൂസിക് ഇട്ട് കേട്ടോളാൻ പറയാം, പക്ഷേ മ്യൂസിക് ഇട്ട് കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.